ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റേസ് ബസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്തത് നബാർഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഒന്നാമതായിട്ട് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആണ്. ഓക്കെ, ഈ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്റ്റാഫുകൾക്കൊക്കെ എന്ത് ചെയ്യുക? ട്രെയിനിങ് കൊടുക്കുക, പരിശീലനം കൊടുക്കുക. അതൊക്കെ റിസർച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന അതിനൊക്കെ റിസർച്ച് ആവശ്യമായിട്ടുണ്ട്. ആ റിസർച്ച് വർക്കുകൾ ചെയ്യുക ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ്റെ ഭാഗമാണ്. അതേപോലെ ട്രൈബൽ ഡെവലപ്മെൻറ്റ്, ആദിവാസികൾ, മനസ്സിലായോ? ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആദിവാസികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. SHGയുടെ ഡീറ്റലൈസേഷന് വേണ്ടി മാർച്ച് 15, 2015 കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് ഈ ശക്തി എന്ന് പറയുന്നത്. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഓക്കെ, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കാറുണ്ട്. വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹെവി റെയിൻഫാൾ, വലിയ രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് നീരൊഴുക്കുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന നീരൊഴുക്കുകൾ ഒരു പോയിന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന, ജലം ശേഖരിച്ച് അത് ജലസേചന സൗകര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പരിപാടിയാണ് ഈ വാട്ടർ ഷെഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ അണ്ടർ വാട്ടർ ഡെപ്പോസിറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂഗർഭ ജലത്തിനെ ബാധിക്കാതെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന മഴ മൂലം ഉണ്ടാകുന്ന ജലത്തെ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്തെടുത്ത് കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഈ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരായിട്ട് എടുക്കുന്നുണ്ട്? ഈ നബാർഡ് ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചർ. അതായത് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷിരീതികൾ. അത് അവലംബിക്കുന്ന മാർഗ്ഗമാണ്? നബാർഡ് അവലംബിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചർ. നമ്മൾ നേരത്തെ പഠിച്ചു GCF. ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരുടെ ഫണ്ടാ? നബാർഡിൻ്റെ ഫണ്ടാണ് GCF, അല്ലേ? പിന്നെ പറഞ്ഞ അംബ്രല്ല പ്രോഗ്രാം ഓൺ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള വിഭവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അംബ്രല്ല പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് SHG, അതേപോലെ മൈക്രോ ഫിനാൻസ്, JLG ഒക്കെ ആര് പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മുടെ നബാർഡ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനകത്ത് വരുന്നതാണ്. ഓക്കെ, പിന്നെ ട്രൈബൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, പിന്നെ വന്ന മൈക്രോ ഫിനാൻസ് സെക്ടർ. മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനുവേണ്ടി എന്തുകൊണ്ട് ഒരു മൈക്രോ ഫിനാൻസ് റെഗുലേറ്ററി ഏജൻസി എന്നാർക്കുണ്ട്? നബാർഡിനുണ്ട്. അപ്പോൾ ഇതൊക്കെ നബാർഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് റെഗുലേറ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസറി ഫംഗ്ഷൻ ഓഫ് നബാർഡ്. ഇതിനകത്ത് വരുന്ന നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 35 ഉപവകുപ്പ് 6 പ്രകാരം നബാർഡിന് അധികാരം കിട്ടിയിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളിലും RRBയിലും ഒക്കെ ഇൻസ്പെക്ഷൻ നടത്താനുള്ള, പരിശോധന നടത്താനുള്ള ഒരു അധികാരം നബാർഡിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 35 സബ്സെക്ഷൻ 6 പ്രകാരമുണ്ട്. ഇത് പ്രകാരം നബാർഡ് എന്ത് ചെയ്യുന്നു? RRBയിലും കോപ്പറേറ്റീവ് ബാങ്കിലും ഒക്കെ ഇൻസ്പെക്ഷൻ നടത്തുന്നു. ആരുടെ സഹായത്തോടു കൂടി? അതിൻ്റെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി. നബാർഡിന് 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ. അതിലൊന്നാണല്ലോ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളിലും RRBയിലും ഒക്കെ പരിശോധന നടത്തുക. ആസ് പെർ സെക്ഷൻ 35 സബ്സെക്ഷൻ 6 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സബ്സെക്ഷൻ 35(6) പ്രകാരം നബാർഡിനെ എംപവർ ചെയ്യുന്നു, നബാർഡിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു ടു അണ്ടർടേക്ക് ഇൻസ്പെക്ഷൻ നടത്താൻ. എവിടേക്കാണ്? RRBയിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലും. ഓക്കെ അല്ലേ? അടുത്ത നബാർഡിൻ്റെ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് ആർക്കുണ്ട്? നബാർഡിനുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കണം. ഫോർ ഗിവിംഗ് ലോങ് ടേം ലോൺസ് ടു കോപ്പറേറ്റീവ്സിനൊക്കെ ലോങ് ടേം ദീർഘകാല വായ്പകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയും ആൻഡ് പർച്ചേസിംഗ് ദ ഷെയർസ്, അവരുടെ ഷെയറുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയും, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ലോങ് ടേം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്ട്രക്ചറുകളിൽ ഡിബഞ്ചർ റേസ് ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ബാങ്കാണ് KCRDB. അപ്പോൾ അവർ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയും നബാർഡ് യൂസ് ചെയ്യുന്ന ഫണ്ടാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്. അപ്പം നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടിൻ്റെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സഹകരണ സ്ഥാപനങ്ങൾക്ക്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടി. എങ്ങനെയുള്ള ലോണാണ്? ദീർഘകാല വായ്പ. ലോങ് ടേം ആ പേരിനകത്ത് തന്നെ നടപ്പുണ്ട്. ലോങ് ടേം ഓപ്പറേഷൻ ആണ്, അതുകൊണ്ട് ദീർഘകാല വായ്പകൾ കൊടുക്കുന്നതിന് വേണ്ടി. അതേപോലെ സഹകരണ സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാലോ, നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ലോയ്ക്കകത്ത് പഠിക്കുന്നുണ്ട് സ്റ്റേറ്റ് എയ്ഡിൽ എന്തുകൊണ്ട്? ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷനും ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷനും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത് നടത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുക്കുന്നത് നബാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തിൽ നിന്നാണ്? നമ്മുടെ ഈ പറഞ്ഞ
നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ആൻഡ് സർട്ടിഫൈയിങ് എന്നല്ല, സബ്സ്ക്രൈബിംഗ് എന്നാണ്. സബ്സ്ക്രൈബിംഗ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ KCRDB. ഈ KCRDB ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറുകൾ, കടപ്പത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി അറിയാലോ, KCRDB 3 തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ റൂറൽ ഡിബഞ്ചർ, 2 സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ, 3 എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഡിബഞ്ചർ. ഇതിനകത്ത് നബാർഡ് ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യുന്ന ഡിബഞ്ചറാണ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നബാർഡ് വാങ്ങിക്കാൻ, ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ നബാർഡ് യൂസ് ചെയ്യുന്ന ഫണ്ടാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടിന്റെ യൂസ് എന്ന് പറയുന്നത്, ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ നോക്കേ, നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നബാർഡ് യൂസ് ചെയ്യുന്നത്? ഫോർ കൺവേർട്ടിംഗ് ഷോർട്ട് ടേം ലോൺസ് ടു മീഡിയം ടേം ലോൺസ്. അതായത് ഈ പറഞ്ഞ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ ഷോർട്ട് ടേം ലോൺ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ, ആ ഹ്രസ്വകാലത്തിനുള്ളിൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം ലോണുകളെ മീഡിയം ടൈം ലോണുകളാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ടാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഫണ്ടും, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ടും നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും, ഇത് രണ്ടും നബാർഡിൻ്റെ ഫണ്ടിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഓക്കെ, ഇത് എന്തുപോലെ പ്രവർത്തിക്കും? നമ്മുടെ KCS ആക്ടിനകത്തൊരു ഫണ്ട് ഉണ്ടല്ലോ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടല്ലോ. ഓക്കെ, അത് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റിൻ്റെ 7% കുറയാത്ത ഭാഗം. ഓക്കെ, മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് അല്ല. ഓക്കെ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു ഫണ്ടാണെന്ന് പറയുന്നത് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ പുതിയ പദ്ധതികളൊക്കെ ഗ്രാമീണ മേഖലയിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയും പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ പുതുമകൾ, ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയും, ഇങ്ങനെയുള്ള അതേപോലെ കാർഷിക മേഖലയിൽ പുതിയ അവസരങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന്, പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്, അതുകണക്ക് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ കാർഷിക മേഖലയിലൊക്കെ കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫണ്ടാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെന്താണ്? റൂറൽ ഇന്നവേഷൻ ഫണ്ട്. റൂറൽ ഇന്നവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ പുതുമകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഫണ്ടാണ് റൂറൽ ഇന്നവേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് RIDF എന്നൊക്കെ പറയും. എന്താണ് RIDF എന്ന് പറയും? എന്തുവാ? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്. 1995-96 ഈ ഒരു ഫണ്ട് നമ്മുടെ നബാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നബാർഡിൻ്റെ ഫണ്ടാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് RIDF എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1995-96 കാലയളവിലാണ്. ആസ് പെർ ദ ഡയറക്ഷൻ ഫ്രം ഗവൺമെൻറ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് RIDF, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, നബാർഡ് 1995-96 കാലയളവിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിച്ചോണം 2000 കോടിയാണ്. ഇതിൻ്റെ ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2000 കോടിയാണ്, 2000 crore ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ലോങ് ടൈം ഇറിഗേഷൻ ഫണ്ട്. ലോങ് ടൈം ഇറിഗേഷൻ ഫണ്ട് ഇത് ആരുടെയാണ്? നബാർഡിൻ്റെയാണ്. ലോങ് ടൈം ജലസേചനത്തിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ലോങ് ടൈം ഇറിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. അത് പ്രത്യേകം പഠിച്ചോണം. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് NCDCയുടെ ആണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരുടെയാണ്? നബാർഡിൻ്റെയാണ്. 1992-93 കാലയളവിലാണ് നബാർഡ് ഈ ഒരു ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട്. 1992-93 കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് നബാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് എടുത്തു പഠിക്കാം. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായതാണ്. എന്താണ്? ടു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡേഷൻ, അതായത് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ ഒരു ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഏത് ഫണ്ട്? നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ആദ്യം ഇതിൻ്റെ പേര് ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ ഫണ്ട് ആദ്യം രൂപീകരിക്കുമ്പോൾ ഇതിൻ്റെ പേര് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റൂറൽ ഓപ്പറേഷൻ ഫണ്ട് എന്നുള്ളതായിരുന്നു. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് എന്നുള്ളതായിരുന്നു. എന്താണ്? നാഷണൽ അഗ്രികൾച്ചറൽ
ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് അന്നത് ആരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്? RBIയുടെ കീഴിലുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകൾ വിവിധ ഏജൻസികൾ കീപ്പ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ കൊടുത്തു. അപ്പോൾ ഇത് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്, അതേപോലെ നാഷണൽ വെയർഹൌസിംഗ് ഫണ്ട്, നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട്, അങ്ങനെ 3 ഫണ്ടുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വന്നു. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട്, അതേപോലെ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട്, അങ്ങനെ 2 ഫണ്ടുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വന്നു. അതേപോലെ RBIയുടെ കീഴിൽ നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്, അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടിന്റെ ആദ്യത്തെ പേര് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്നുള്ളതായിരുന്നു. ആദ്യം ഈ ഫണ്ട് RBIയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. RBI ആണല്ലോ പിന്നീട് നബാർഡ് ഫോം ചെയ്തത്. RBIയിൽ നിന്നാണല്ലോ നബാർഡ് ഫോം, RBIയുടെ 2 ഡിപ്പാർട്ട്മെന്റുകളെ മെർജ് ചെയ്ത് 1982 നബാർഡ് ഫോം ചെയ്തത്. അപ്പോൾ നബാർഡ് ഫോം ചെയ്തപ്പോൾ ഈ ഒരു ഫണ്ട്, ഈ നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് RBIയിൽ നിന്ന് ആരേറ്റെടുത്തു? നബാർഡ് ഏറ്റെടുക്കുകയും ഇതിന്റെ അഗ്രികൾച്ചർ എന്നുള്ള അത് മാറ്റിയിട്ട് എന്താക്കി? റൂറൽ എന്നാക്കി മാറ്റി. അങ്ങനെയാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്ത ആരാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് റെക്കമെൻഡ് ചെയ്ത ആരാണ്? നമ്മുടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ആദ്യം ഇതിന്റെ പേര് നാഷണൽ റൂറൽ ക്രെഡിറ്റ് എന്നായിരുന്നില്ല, നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്നുള്ളതായിരുന്നു. അതേപോലെ ആദ്യം ഈ ഒരു ഫണ്ട് രൂപീകരിക്കുന്ന സമയത്ത് നബാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്? RBIയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്? RBIയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നബാർഡ് ഫോം ചെയ്തപ്പോൾ നബാർഡ് ഈ ഫണ്ട് ഏറ്റെടുക്കുകയും അതിന്റെ പേര് മാറ്റി നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇനി എന്തിനാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇൻറ്റൻസ് ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഫോർ ഇഷ്യൂവിംഗ് ലോങ് ടേം ലോൺസ് ടു ദ ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ലോങ് ടേം ലോണ്, അതായത് വായ്പയായിട്ട് ദീർഘകാല വായ്പ കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൊണ്ട് ആരുടെ ഷെയർ എടുപ്പിക്കുന്നു? ഈ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ, ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റിൽ ലോങ് ടൈം ലോൺ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഫണ്ട് നബാർഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ നബാർഡ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എയ്ഡ് സാധ്യമാക്കുക. ഓക്കെ, സ്റ്റേറ്റ് എയ്ഡ് നമ്മുടെ KCS ആക്ടിനകത്ത് ചാപ്റ്റർ 6 എത്ര സെക്ഷൻ വരെ? 42 തൊട്ട് അതേപോലെ എത്രയാണ് 54 വരെയുള്ള സെക്ഷനകത്ത് വ്യക്തമായിട്ട് സ്റ്റേറ്റ് എയ്ഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ചാപ്റ്റർ 6 മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷനുകളുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റിന് ലോങ് ടൈം ലോൺസ് ഇഷ്യൂ ചെയ്യുന്നത് നബാർഡ് ഈ പറഞ്ഞ ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ടിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. 2 പറഞ്ഞാൽ ഇറ്റ് ഓൾസോ ബി യൂസ്ഡ് ഫോർ സബ്സ്ക്രൈബിംഗ് ഡിബഞ്ചേഴ്സ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ലാൻഡ് മോർഗേജ് ബാങ്കുകൾ, അപ്പോൾ കേരളത്തിലാണെങ്കിൽ KCRDB, അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡിബഞ്ചറുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി നബാർഡ് എന്ത് യൂസ് ചെയ്യുന്നു? ഈ നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് യൂസ് ചെയ്യുന്നു. ഇനി അടുത്ത പറയുന്നത് വെച്ചാൽ ബിഫോർ ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ റേസിംഗ് ഫണ്ട്സ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഷുഡ് ഒബ്റ്റെയിൻ ക്ലിയറൻസ് ഫ്രം നബാർഡ്. അതായത് ഈ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ലാൻഡ് മോർഗേജ് ബാങ്കുകൾ നബാർഡിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങിച്ചിരിക്കണം മുൻകൂറായിട്ട്. മനസ്സിലായോ? ഒബ്റ്റെയിൻ ക്ലിയറൻസ് ഫ്രം നബാർഡ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് ശേഷമല്ല ക്ലിയറൻസ് വാങ്ങിക്കേണ്ടത്, പിന്നെയോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്ലിയറൻസ് വാങ്ങിച്ചിരിക്കണം. ഈ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആയിരിക്കും. പക്ഷേ ഇത് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ അല്ലെങ്കിൽ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ എന്ത് വാങ്ങിച്ചിരിക്കണം? ക്ലിയറൻസ് ആരുടെ കയ്യിൽ നിന്ന്? നബാർഡിന്റെ കയ്യിൽ നിന്ന് ക്ലിയറൻസ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ഇനി അടുത്തെന്താണ്? വെൻ നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1982 ദിസ് ഫണ്ട് വാസ് ട്രാൻസ്ഫേർഡ് ടു നബാർഡ്. RBIയുടെ കയ്യിലായിരുന്നു ആദ്യം ഈ ഫണ്ട് ഉണ്ടായിരുന്നത്. അന്ന് ഇതിന്റെ പേര് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് എന്നായിരുന്നു. പിന്നീട് 1982 നബാർഡ് രൂപീകരിച്ചതോടുകൂടി ഈ ഫണ്ട് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? നബാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആര് ട്രാൻസ്ഫർ ചെയ്തു? RBI നബാർഡിലേക്ക് ഈ ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് നൗ ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ നബാർഡ്. ഇപ്പോൾ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആരാണ്? നബാർഡാണ് ഈ ഫണ്ടിനെ കൈകാര്യം ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് ദ നെയിം ഈസ് ചേഞ്ച്ഡ്. അങ്ങനെ ഈ നബാർഡിന്റെ കയ്യിലേക്ക് ഈ ഫണ്ട് വന്നപ്പോഴേക്കും ഇതിന്റെ പേര് മാറ്റി എന്താക്കി മാറ്റി? നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് എന്നാക്കി മാറ്റി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അപ്പോൾ എന്താണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്? ഇൻ ദ ഇയർ 1954 ദ ഗോർവാല കമ്മിറ്റി റെക്കമെൻഡഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫണ്ട് കോൾഡ് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്
സ്റ്റെബിലൈസേഷൻ ഫണ്ട് അണ്ടർ RBI. 1954 AD ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം RBIയുടെ കീഴിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. എന്ത് ഫണ്ട്? നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. നമ്മൾ നേരത്തെ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ ഫണ്ട് പഠിച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെയും കഥ വരുന്നത്. ആദ്യം ഇത് ഈ സ്റ്റെബിലൈസേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് RBI ആയിരുന്നു. അന്ന് ഇതിൻ്റെ പേര് റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നായിരുന്നില്ല. RBIയുടെ കയ്യിലുണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ പേര് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം ഇതിൻ്റെ പേരെന്തായിരുന്നു? നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നുള്ളതായിരുന്നു. ഇത് ആരുടെ കീഴിലുണ്ടായിരുന്ന ഫണ്ടായിരുന്നു? RBIയുടെ കീഴിലുണ്ടായിരുന്ന, RBI അഡ്മിനിസ്റ്റർ ചെയ്തിരുന്ന ഒരു ഫണ്ടായിരുന്നു. ഇത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്? 1954 ഗോർവാല കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം RBI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് RBI അഡ്മിനിസ്റ്റർ ചെയ്ത് പോയിരുന്ന ഒരു ഫണ്ടായിരുന്നു നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ഫോർ പ്രൊവൈഡിംഗ് MT ലോൺസ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ദ ടൈം ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ടു വിച്ച് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഇൻഡിഫിക്കൽട്ട് ടു റീപേ ഷോർട്ട് ടൈം ലോൺസ് ടേക്കൺ ഫ്രം RBI. അതായത് RBIയിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എടുക്കുന്ന ലോണുകൾ റീപേ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് റീപേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെടുത്തിരിക്കുന്ന ലോണുകൾ, അതായത് ഇൻഡിവിജ്വൽസ് ആയിരിക്കുമല്ലോ ഈ നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഈ നമ്മുടെ പ്രൈമറി ലെവൽ സൊസൈറ്റികൾക്ക് എന്ത് കൊടുക്കും? വായ്പ കൊടുക്കും. ആ വായ്പ ആർക്കായിട്ട്? ഇൻഡിവിജ്വൽസിനായിട്ട് വായ്പയായിട്ട് ആര് കൊടുക്കും? ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നാൽ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നാൽ ഈ ഇൻഡിവിജ്വൽസിന് ഈ ബാങ്കിലേക്ക് ഈ ലോൺ തുക തിരിച്ചടയ്ക്കാൻ പറ്റാതാവും. ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നബാർഡിലേക്ക് തിരിച്ചടയ്ക്കാനും പറ്റത്തില്ല. എന്താണ്? നബാർഡിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണും തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇവിടെ നബാർഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്ത് കൊടുക്കുന്നു? ലോൺ കൊടുക്കുന്നു, ഷോർട്ട് ടൈം ലോണുകൾ കൊടുക്കുന്നു. ഇത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ തിരിച്ച് എങ്ങോട്ടേക്ക് അടയ്ക്കണം? നബാർഡിലേക്ക് തിരിച്ചടക്കണം. ഇത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആർക്ക് ലോണായിട്ട് കൊടുക്കുന്നു? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ലോണായിട്ട് കൊടുക്കുന്നു. ഓക്കെ, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ ഇത് ഇൻഡിവിജ്വൽസിന് ലോണായിട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ലോൺ പാക്സിലേക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. പാക്സിന് അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ഇത് തിരിച്ച് നബാർഡിലേക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? നബാർഡ് എന്ത് ചെയ്യുവാണ്? മീഡിയം ടൈം ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നിങ്ങൾ തന്നിട്ടുള്ള ഷോർട്ട് ടൈം ലോണുകൾ അങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് മീഡിയം ടൈം ലോൺ വേണോ? നിങ്ങൾക്ക് തരാം. മനസ്സിലായോ? അങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഈ തുക, അതായത് നേരത്തെ എടുത്തിട്ടുള്ള ഷോർട്ട് ടൈം ലോണുകളൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ഡിഫിക്കൽറ്റിയെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പഠിച്ചാൽ മതി. എന്താണ്? ഷോർട്ട് ടൈം ലോണുകളെ മീഡിയം ടൈം ലോണുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷൻ ഫണ്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നോക്കേ, നൗ ദിസ് ഫണ്ട് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ നബാർഡ്. ഇപ്പോൾ നിലവിൽ ഈ ഫണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് നബാർഡാണ്. കൈകാര്യം ചെയ്യുന്നവരാണ് നബാർഡാണ്. എന്താണ്? സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഇപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്യുന്നവരാണ് നബാർഡാണ്. എന്ന് പറയുമ്പോൾ നബാർഡ് 1982 ജൂലൈ 12 രൂപീകരിച്ചതോടുകൂടി RBI നിന്ന് ആ ഫണ്ടിനെ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ആരേറ്റെടുത്തു? നബാർഡ് ഏറ്റെടുത്തു. എന്നിട്ട് എന്താണ്? ഇതിനെ നെയിം ചേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ നെയിം ചേഞ്ച് ചെയ്ത് എന്താക്കി? നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാക്കി മാറ്റി. ആദ്യം ഇതിൻ്റെ പേരെന്തായിരുന്നു? നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നായിരുന്നു. അത് ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്? RBIയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നബാർഡ് വന്നപ്പോൾ നബാർഡ് ഇത് ഏറ്റെടുത്തു. RBIയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തു. അതിൻ്റെ പേര് മാറ്റി നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാക്കി മാറ്റി. ഓക്കെ, ഇനി മറ്റുള്ള ഫണ്ട്സുകളാണ്. ഒന്ന് ഫാം സെക്ടർ പ്രൊമോഷണൽ ഫണ്ടാണ്. ഫാം സെക്ടർ പ്രൊമോഷണൽ ഫണ്ട് ആരുടെയാണ്? നബാർഡിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫോർ എൻഹാൻസിങ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ ആൻഡ് ഇൻക്രീസിങ് ഫാർമേഴ്സ് ഇൻകം. അതായത് ഫാർമേഴ്സിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ്? അഗ്രികൾച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക അനുബന്ധ മേഖലകളിലുമൊക്കെ എന്താണ്? പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകരുടെ ഇൻകത്തിനെ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ഇതാണ് ഫാം സെക്ടർ പ്രൊമോഷണൽ ഫണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുക. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഉൽപ്പാദനക്ഷമത എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിനകത്തുണ്ടാകുന്ന വർധനമാണ്. മനസ്സിലായോ? ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാകും? പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് മാക്സിമം കുറച്ചുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അവിടെയാണ് എഫിഷ്യൻസി, അവിടെയാണ് ഈ പ്രൊഡക്ടിവിറ്റിയിലാണ് ഒരാളുടെ എഫിഷ്യൻസി, നമുക്ക് കാര്യക്ഷമത കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉൽപ്പാദനം കൂടുന്നു, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി നമ്മുടെ ഈ പറഞ്ഞ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുമ്പോൾ
കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ പുറത്തുണ്ടാകുന്ന കോസ്റ്റ് കുറയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് വിലയിൽ വ്യത്യാസം ഉണ്ടാക്കാതെ തന്നെ, പ്രൈസിൽ ഇൻക്രീസ് ഉണ്ടാക്കാതെ തന്നെ നമ്മുടെ ലാഭത്തിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുവഴി കർഷകരുടെ ഇൻകത്തിനെ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം എന്താണ്, വില കൂടുന്നില്ല, വില കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിമാൻഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നില്ല, വില കൂടാതെ തന്നെ പ്രോഫിറ്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഡിമാൻഡിനെ അഫക്ട് ചെയ്യാതെ തന്നെ സാധനങ്ങൾ പെട്ടെന്ന് സെയിലായി പോവുകയും ചെയ്യും, ലാഭം കിട്ടുകയും ചെയ്യും. അപ്പോൾ കർഷകരുടെ ഇൻകത്തിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും എന്ത് ചെയ്യാണ്? എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫാം സെക്ടർ പ്രൊമോഷണൽ ഫണ്ട് കൊണ്ട് നബാർഡ് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ഫണ്ടാണ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്. ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ആരുടെയാണ്? നബാർഡിൻ്റെയാണ്. ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി നബാർഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നബാർഡിന് ഒരു 15 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് നബാർഡ് കൺസിസ്റ്റ് ഓഫ് 15 മെമ്പേഴ്സ്. നബാർഡ് ഹാസ് എ 15 മെമ്പർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മൊത്തം 15 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആർക്കുള്ളത്? നബാർഡിനുള്ളത്. ചെയർമാൻ്റെ കാലാവധി 5 വർഷമാണ്. ചെയർമാൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നബാർഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് 15 മെമ്പേഴ്സ് ഉണ്ട്. ചെയർമാൻ്റെ കാലാവധി 5 വർഷമായിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നബാർഡിൻ്റെ ബോർഡിനകത്ത് ഒരിക്കലും ഒരു സിറ്റിംഗ് MLAക്കോ MP ക്കോ മെമ്പർ ആകാൻ പറ്റത്തില്ല. അപ്പോൾ സിറ്റിംഗ് MLA ഓർ MP ഷാൾ നോട്ട് ബിക്കം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ 15 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഒരിക്കലും ഒരു സിറ്റിംഗ് MLAക്കോ MP ക്കോ സ്ഥാനമില്ല. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. സിറ്റിംഗ് MLA ഓർ MP ഷാൾ നോട്ട് ബിക്കം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് നബാർഡ്. ഇനി നബാർഡിന് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടാതെ ഒരു അഡ്വൈസറി കമ്മിറ്റി ആർക്കുണ്ട്? നബാർഡിനുണ്ട്. എന്താണ് ഈ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ്. ഓക്കെ. ദ ടേം ഓഫ് അഡ്വൈസറി കമ്മിറ്റി ഈസ് 5 years. ഈ അഡ്വൈസറി കമ്മിറ്റിയുടെ ടേം അല്ലെങ്കിൽ കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. താങ്ക് യു.